നമസ്കാരം. നിലമ്പൂരിൽ വോട്ടെടുപ്പാണ്. നിലമ്പൂരോട്ട് എല്ലാവർക്കും സ്വാഗതം. വോട്ടെടുപ്പിന്റെ ഈ ദിനം, വോട്ടെടുപ്പിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ദിനങ്ങളിൽ ഈ ദിനത്തിനൊരു പ്രത്യേകത, പ്രമുഖ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി വലിയ ആവേശപൂർവ്വം പ്രവർത്തകരുടെ വലിയ സംഘടിതമായ മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടുകൂടി വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി പോകുന്ന കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ. ഈ മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ന് നിലമ്പൂർ ടൗണിലാണ് നമ്മുടെ ചിഹ്നം ഉള്ളത്. ശ്രീ പി മുനീർ DYFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് LDFിനെ പ്രതികരിച്ച് നമുക്കൊപ്പം ഉള്ളത്. ശ്രീ AM രോഹിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പൊന്നാനിയിലെ UDFന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹമാണ്, യുവമുഖമാണ്. UDFന്റെ ഭാഗമായി ഇന്ന് നിലപാട് വിശദീകരിക്കാൻ എത്തുന്നത് അഡ്വക്കേറ്റ് സാജിദ് ബാബു ഇന്ന് നമുക്കുമുണ്ട്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ആളാണ്. ആദ്യം സാജിദ് ബാബുവിൽ തുടങ്ങാൻ തോന്നി. പത്രികാ സമർപ്പണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം കടന്നു പോവുകയാണ്. വലിയ റോഡ് ഷോയ്ക്ക് ഇന്ന് നിലമ്പൂർ, മലപ്പുറം, കേരളം സാക്ഷ്യം വഹിച്ചു. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജിന്റെ സ്വീകരണം, ആര്യാൺ ഷൗക്കത്തിന്റെ റോഡ് ഷോ, അങ്ങനെ അത്തരം സംഭവബഹുലമായ ഒരു ദിനം കടന്നു പോകുമ്പോൾ എന്താണ് ഇവിടുത്തെ സിറ്റിംഗ് MLAയുടെ നിലപാടെന്നറിയാൻ ഇന്നും എല്ലാവർക്കും കൗതുകമുണ്ട്. അദ്ദേഹം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വൈകിട്ട് പറയുന്നു ഒരുപക്ഷെ ഞാൻ മത്സരിച്ചേക്കും. യഥാർത്ഥത്തിൽ എന്താണ് PV അൻവർ ഈ സായാഹ്നത്തിൽ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാവിലത്തെ പത്രസമ്മേളനം ഈ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ UDFിലേക്ക് ക്ഷണിക്കേണ്ടതില്ല, ഞാൻ മത്സരത്തിനുമില്ല എന്നദ്ദേഹം രാവിലെ പറഞ്ഞില്ലേ? അങ്ങനെയാണ് UDFിലേക്ക് വൈകിട്ട് വന്ന പ്രതികരണത്തിൽ ഞാൻ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. കഴിഞ്ഞ ദിവസം UDFന്റെ കൺവീനറും അതേപോലെ തന്നെ UDFും ചേർന്നിട്ട് അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള കേട്ടുകേൾവിയില്ലാത്ത ഒരു പരിപാടിയാണ് ഞങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞിട്ടുള്ളത്. UDFിൽ രമ അസോസിയേറ്റ് ഘടകകക്ഷിയാണ്. അതെങ്ങനെയാ? രമയുടെ പാർട്ടി തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ നയനിലപാടുകളോടും യോജിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല, ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് UDFിൽ അംഗത്വം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് രമ UDFിനകത്തേക്ക് പോകാതിരിക്കുന്നത്. അതേ രൂപത്തിലൊരു അസോസിയേറ്റ് ഘടകകക്ഷിയല്ല TMC ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇവിടുത്തെ സിമ്പിളായ രണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചോദ്യമാണ്. ഒന്ന്, UDFന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ തള്ളിപ്പറയുന്ന ആളിനെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും? രണ്ട്, മുന്നണിയുടെ ചെയർമാനെ തന്നെ പരസ്യമായി രൂക്ഷമായി വിമർശിക്കുന്ന ആളിനെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും? ഉണ്ട്, കാരണമുണ്ട്. ഞങ്ങൾ എത്ര കാലമായി UDFന് കത്ത് കൊടുത്ത് ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി 2 മണിക്കൂറോളം VD സതീശനുമായി ചർച്ച നടത്തിയതിനു ശേഷം 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം പ്രഖ്യാപിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ PV അൻവർ പറഞ്ഞു ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി. അല്ലല്ല, എന്താണ് അസോസിയേറ്റ് എന്നൊക്കെ വ്യക്തമാക്കാൻ ഞാൻ തന്നെ പത്രസമ്മേളനം നടന്നു. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിയ സമയത്ത് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തീരുമാനം VV പ്രകാശ് എന്താ പറഞ്ഞത്? ഇന്നലെ ഞങ്ങൾ മുമ്പേ എടുത്ത തീരുമാനമാണ്. നോമിനേഷൻ കൊടുക്കാനുള്ള സമയപരിധി കഴിയാൻ പോകുന്ന സമയത്ത് PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ? ആ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് മാത്രം എത്തുന്നില്ല. അവിടെയാണ് പ്രശ്നം. PV അൻവർ ജനങ്ങളുടെ സമ്മർദ്ദത്തിനനുസരിച്ചായിരിക്കും PV അൻവറിന്റെ മത്സരം. 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ. ശരി, ശ്രീ AM രോഹിത്, ഇതിപ്പോൾ വലിയ ആഘോഷപൂർവ്വം തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇരുമുന്നണികളും, നിങ്ങൾ മാത്രമല്ല സ്വരാജിനും വലിയ സ്വീകരണമായിരുന്നു നിലമ്പൂരിൽ. അങ്ങനെ ആവേശപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. ഈ PV അൻവർ ഫാക്ടർ ഇനി നിങ്ങൾക്കൊരു പ്രതിബന്ധമായി മാറുമോ? PV അൻവറിന്റെ കാര്യത്തിൽ ഈ വല്ലാത്ത കൺഫ്യൂഷൻ, ഇപ്പോഴും അദ്ദേഹം മത്സരിക്കുന്ന കാര്യത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് അല്പം മുമ്പും പറഞ്ഞത്. അത് നിങ്ങൾക്കൊരു പ്രതിബന്ധമായി മാറുമോ? ഈ PV അൻവർ ഫാക്ടറിനെ നിങ്ങൾക്ക് അനുകൂലമായ ഘടകത്തെ അത് ഇല്ലാതാക്കി കളഞ്ഞു എന്നൊരു തോന്നൽ ഇന്നുണ്ടോ ഈ പത്രികാ സമർപ്പണത്തിന്റെ ദിവസം? PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ മുൻ MLAക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാം, വേണമെങ്കിൽ മത്സരിക്കാതിരിക്കാം. UDF ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോടും പ്രത്യയശാസ്ത്രത്തോടും അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്തുണയ്ക്കാം. UDFന്റെ ചെയർമാൻ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാം, UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് UDFന് യാതൊരു ആശങ്കയില്ല. ഇപ്പോൾ ഇന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. നിങ്ങളെല്ലാവരും, മാധ്യമപ്രവർത്തകർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് വരുന്ന നിലമ്പൂർ ജനതയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 100% വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഈ നാട്ടിലെ സാധാരണക്കാരായ 3.5 കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വിലയിരുത്തുവാൻ വേണ്ടി ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നമുക്കറിയാം 9 വർഷക്കാലത്രയും നടന്ന തെരഞ്ഞെടുപ്പ്, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. സർക്കാരിനെയാണ് വിലയിരുത്തിയത്. അവർ സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു പ്രതികരണം അല്പം മുമ്പ് കണ്ടതാണ്.
നിലമ്പൂരിലുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനാണ് എന്ന് LDF പറയുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി നിലമ്പൂരിൽ വന്ന് നിലമ്പൂരിൽ സ്വീകരണം കൊടുത്തത്? അങ്ങനെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ്? സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? അതിന്റെ ഒരു സംശയമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ, പ്രധാന സ്ഥാനാർത്ഥികൾ എന്ന നിലയ്ക്ക് രണ്ടു കൂട്ടരെയും ഇവിടെ വിലയിരുത്തും. അത് സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സ്വീകരണം മേടിച്ച് അദ്ദേഹം നിലമ്പൂരിലെ ജനതയുടെ സ്വീകരണം അല്ല മേടിക്കുന്നത്. ഇവിടെ അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDF സ്ഥാനാർത്ഥി മികവ് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ UDF-ന്റെ സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്താണെന്ന് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. കാരണം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അധികാരം ഒന്നും ഇല്ലാത്തപ്പോൾ പോലും ഈ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ ആദിവാസികൾ, ദളിതുകളായ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ കവളപ്പാറ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ ഒരു നിയോജക മണ്ഡലം പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ, വയനാട്ടിലെ ദുരന്തമുണ്ടായ സമയത്തൊക്കെ, കോവിഡിന്റെ സമയത്തൊക്കെ ഈ ജനതയ്ക്കൊപ്പം നിന്ന സ്ഥാനാർത്ഥിയാണ് UDF. അപ്പുറത്തുണ്ടോ എന്നൊക്കെ നമുക്കത് പരിശോധിക്കേണ്ടി വരും. ശരി, ആമുഖമായി ഈ കാര്യങ്ങൾ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മുനീർ, ഇപ്പോൾ ക്ലീൻ സ്ലേറ്റിലാണല്ലോ LDF തുടങ്ങുന്നത്. ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിലമ്പൂരിന്റെ ചരിത്രം, മലപ്പുറത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം, ഇപ്പോഴത്തെ LDF-ന്റെ നിയമസഭയിലെ അംഗബലം, അതിൽ CPM ചിഹ്നത്തിൽ എത്ര പേർ ഉണ്ട് എന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ 2006 ശേഷം ആദ്യമായി സഖാവ് കുഞ്ഞാലിക്ക് ശേഷം 2006 P ശ്രീരാമകൃഷ്ണന് ശേഷം ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണ്. അതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുമുഖം. അപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങുന്ന ഒരു പുതിയ മത്സരത്തിന്റെ മുഖമാണോ നിങ്ങൾ തുറക്കുന്നത്? എന്താണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ? ഈ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വിമർശനം ഉൾപ്പെടെ പല ഘടകങ്ങളും വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ നോമിനേഷൻ കൊടുത്ത ദിവസത്തെ നിങ്ങളുടെ ഒരു പ്രതികരണം? അതായത് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും സഖാവ് ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന സഖാവ് സ്വരാജും വളരെ കൃത്യമായി പറയുകയുണ്ടായി. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ 3ാം ഊഴം ഈ നാട്ടിലെ ജനത മുഴുവൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനത മുഴുവൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് ഇവിടുത്തെ ജയം അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായും നല്ല ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ തീർച്ചയായും ഞാൻ പറയട്ടെ, ഇവിടെ തീർച്ചയായും ഇടതുപക്ഷം ജയിക്കും. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, അതായത് ഷൊർണൂരിൽ നിന്ന് ഈ പറയുന്ന സ്വരാജ് ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നിലമ്പൂരിൽ വരുമ്പോൾ, സ്വരാജ് ഒരു പാർട്ടിയുടെ യോഗത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി എന്നറിഞ്ഞ ആഹ്ലാദത്തിൽ കേരളത്തിലെ യുവത വലിയ ആവേശത്തിലാണ്. അപ്പൊ അത് ഷൊർണൂരും കൊടുക്കും, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തൊക്കെ കൊടുക്കും. കാരണം എന്താ, സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും ആവേശമാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞു വലിയ വികസനം ഈ പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി നടത്തിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ, അതായത് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തേ അദ്ദേഹം തൊട്ടടുത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്? അതൊരു ചോദ്യമല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ കവളപ്പാറയിൽ ദുരന്തമുണ്ടായി, അവിടെ ഈ പറയുന്ന ആളെത്തി, മറ്റാൾ എത്തിയോ എന്നൊരു ചോദ്യമുണ്ട്. പോയിട്ടുണ്ട് എം സ്വരാജ് അവിടെ പോയിട്ടുണ്ട്, കവളപ്പാറ പോയിട്ടുണ്ട്, അവരെ ദുരന്തബാധിതരെ സന്ദർശിച്ചിട്ടുണ്ട്. അതെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ കളവ് പ്രചരിപ്പിക്കരുത്, രാഷ്ട്രീയമാണ്, കളവ് പ്രചരിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി തൃപ്പൂണിത്തറയിൽ തോറ്റത് വികസനം നടത്താത്തതിന്റെ പേരിലാണ് അദ്ദേഹം തോറ്റുപോയത്. തൃപ്പൂണിത്തറയിൽ എന്താണ് തോറ്റത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കേസ് ഇന്നും കോടതിയിൽ നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിലേക്കൊന്നും എടുത്ത് പോകാതിരിക്കുന്നതാവും നല്ലത്. കാരണം എന്താ, കേരളത്തിലെ ജനതയ്ക്ക് ഒരു മനസാക്ഷി ഉണ്ട്. കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുന്ന സമൂഹമാണ്. എന്താ അവിടെ ബാബുണ്ടാക്കിയത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ? എന്താ ബാബുണ്ടാക്കിയത്? അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി. എന്താ ഉണ്ടാക്കിയത്? നോട്ടീസ് അടിച്ചിറക്കി, ദൈവത്തിന്റെ ചിഹ്നമുള്ള നോട്ടീസ് അടിച്ചിറക്കി. എന്നിട്ടോ
തികഞ്ഞ വർഗീയതയല്ലേ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത്? എത്ര വോട്ടിനാ തോൽക്കുന്നത്? എങ്ങനെയാ അവിടെ ജയിക്കുന്നത്? വർഷങ്ങളോളം ബാബു പിന്നെ ഭരിച്ചിരുന്ന മണ്ഡലം, ആ മണ്ഡലം സഖാവ് സ്വരാജ് പിടിച്ചെടുക്കുക. അപ്പൊ അതും കൂടി നിങ്ങൾ ശരി, അതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ തോന്നി. ആദ്യത്തെ ചോദ്യം ആരുടെ ഭാഗത്ത് നിന്നാണ്? ആദ്യത്തെ ചോദ്യം ഇവിടെ ആരോടാണ്? എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായ വന്ന ശ്രീ മുനീറിനോടാണ്. അദ്ദേഹം ഇവിടെ LDF സർക്കാരിൻ്റെ തുടർ ഭരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒരുപാട് വർഷങ്ങൾ നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി വന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് 2011 ഇവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ കൊടുന്ന ഒരുപാട് പദ്ധതികൾ ഇവിടെ പൂർത്തിയാക്കാതെ ഇപ്പോഴും ഈ 9 വർഷം LDF സർക്കാർ അതുപോലെ നിലനിർത്തി പോകുന്നു. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാതെ ഏതൊക്കെ പദ്ധതികളാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ഗവൺമെൻറ് കോളേജുകൾ എല്ലാ മണ്ഡലത്തിലും അനുവദിച്ച സമയത്ത് നിലമ്പൂരിനും അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ അനുവദിച്ചു. ഇപ്പോഴും നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. ഇത്തരത്തിലൊരു ഗവൺമെൻറ് കോളേജിന് പോലും ഒരു കെട്ടിടം പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണോ ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് തേടാൻ വന്നിട്ടുള്ളത്? എന്തിന് വോട്ട് ചെയ്യണം? ഈ PV അൻവറിന്റെ കാലത്ത് PV അൻവർ 2 ടേമിൽ നിലമ്പൂരിൽ വിജയിച്ചുവല്ലോ. ഈ കാലത്ത് നിലമ്പൂരിൽ വികസനം സാധ്യമാക്കാൻ PV അൻവറിന് കഴിഞ്ഞു. ഇപ്പോൾ PV അൻവർ നിങ്ങൾക്കെതിരാണ്, ഇപ്പോൾ UDFനും ബലത്തിൽ എതിരാണ് എന്ന നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്. PV അൻവറിന്റെ പെർഫോമൻസ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ LDF സ്ഥാനാർത്ഥിയെ? അതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ശ്രീ ആര്യാടൻ ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ, ശ്രീ ആര്യാടൻ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ എത്ര മണിക്കൂറാ ലോഡ് ഷെഡിങ്? വൈദ്യുതി മന്ത്രിയായിരുന്നു. എത്ര മണിക്കൂറാ ലോഡ് ഷെഡിങ്? ഒരു ചോദ്യത്തിലേക്ക് ഉത്തരം പറഞ്ഞുതരാ. 1 മണിക്കൂർ 1.5 മണിക്കൂർ ലോഡ് ഷെഡിങ്ങാ. എന്തേ കേരളത്തിൽ ഇപ്പോ ലോഡ് ഷെഡിങ് ഉണ്ടോ? പവർ കട്ട് ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. കാരണം എന്താ? ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാ. ഇനി നമ്മൾ വികസനത്തിലേക്ക് വരാം. അതായത് ഗവൺമെന്റ് കോളേജ്, ആ ഗവൺമെന്റ് കോളേജിന് 3 കോടി രൂപ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഉചിതമായ ഭൂമി കിട്ടിയാൽ എന്ത് ചെയ്യും? ആ ഭൂമി ഏറ്റെടുത്ത് ആ രീതിയിലേക്കും അതിന്റെ എല്ലാ ഭരണ നടപടികളും AS ഉം DS ഉം എല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി നേരത്തെ 20 കോടി രൂപ വാങ്ങി വകയിരുത്തിയിട്ടുണ്ട്. ഇനി വികസനങ്ങൾ നോക്ക് നിങ്ങൾ, അത് പറയാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ സമയം തികയാതെ വരും. ഈ പറയുന്ന ഈ 9 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ 11 പാലങ്ങളാണ് പുതുതായി ഈ പറയുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൽ 6 എണ്ണത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഈ നിലമ്പൂരിലെ ജനത ഇന്ന് നടക്കുന്നത് ഇടതുപക്ഷം കൊണ്ടുവന്ന പാലത്തിന്റെ മുകളിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം. ശരി, അങ്ങനെ വലിയ വികസനം സാധ്യമായ ചോദ്യങ്ങളിലേക്ക്, അടുത്ത ചോദ്യം. ഹലോ, എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റോടാണ് പറയാനുള്ളത്. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു ഇയാൾ. നിലമ്പൂരിലേക്ക് കിടക്കുമ്പോൾ വടപുറം പാലം കഴിഞ്ഞാൽ നിലമ്പൂരിലെ ആളുകൾക്ക് അറിയാം, അവിടെ ചീഞ്ഞു നാറുന്ന വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമായിരുന്നു. ഇന്ന് അവിടെ ആളുകൾ സെൽഫി എടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയത് ഇന്ന് സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്താണ്. മറ്റൊന്ന്, അത് കഴിഞ്ഞ് നേരെ കോടതിപ്പടിയിൽ വന്നാൽ KSRTC ബസ് ടെർമിനൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എല്ലാ പണിയും കഴിഞ്ഞ് അതിൻ്റെ ഒരു പെയിൻ്റ് അടിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. കാട് വെട്ടിയത് നാട്ടുകാരാ. അതിന് തൊട്ട് മുൻപിലാണ് മേൽപ്പറഞ്ഞ ഗവൺമെൻറ് കോളേജ്. എന്താ സ്ഥിതി അറിയോ? ഈ പൂച്ച പ്രസവിച്ചാലൊരു സ്ഥിതി എന്താ അറിയോ? കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം മാറ്റും. ഈ വാടക കെട്ടിടത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടുന്ന് വീണ്ടും നിലമ്പൂർക്ക്. ഇനി പാർട്ടി സെക്രട്ടറിക്ക് തോന്നണം, ഏതെങ്കിലും നേതാക്കന്മാർക്ക് മറ്റൊരു പഞ്ചായത്തിലേക്ക് കെട്ടിടം മാറ്റണം എന്ന് തോന്നിയാൽ വീണ്ടും അങ്ങോട്ട് മാറ്റുക എന്നല്ലാതെ മറ്റൊരു കാര്യം കൂടി, ലോകത്ത് ശ്രദ്ധിച്ച് കേട്ടോ, ലോകത്ത് എവിടെയെങ്കിലും ഷട്ടർ ഞാൻ പറയട്ടെ, വികസന ലോകത്ത് എവിടെയെങ്കിലും ഷട്ടർ ഇട്ട ഡ്രൈനേജുകൾ കണ്ടുക്കണം. ഡ്രൈനേജിന് ഷട്ടർ ഉണ്ടത് നിലമ്പൂർ അങ്ങാടിയിലുണ്ട്. 9 വർഷം ഇടതുപക്ഷം PV അൻവർ ഒക്കെ നിങ്ങൾ പോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഈ പറയുന്ന ഈ സ്ഥാനാർത്ഥി എങ്ങനെ മഹിമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ആ ചോദ്യത്തിലുണ്ട്. പിന്നെന്തിനാ അതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ തിരികെത്താം. ഒരു ചെറിയ ഇടവേള. നമ്മുടെ ഇനം തുടരുന്നു. നിലമ്പൂർ ടൗണിലാണ് ഇന്ന് നമ്മളുള്ളത്. നിരവധി ചോദ്യങ്ങൾ വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട്.
സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങളാണ് ഓരോ മുന്നണികളോടും സ്ഥാനാർത്ഥികളോടും അവരുടെ പ്രതിനിധികളോടും ഒക്കെ ചോദിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ മത്സരിച്ചാൽ ഇനി ജയിക്കാനുള്ള സാധ്യത എത്രയാണ്? രണ്ട്, ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെയാണല്ലോ ആദ്യത്തെ ഒരു എതിർപ്പുണ്ടായത്. ആ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ കണ്ട കുഴപ്പം എന്താണ്? ആ ഒരു രണ്ട് കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ചില സാമുദായിക നേതാക്കന്മാരെ അടക്കം എന്തുകൊണ്ട് ED പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൽ വരുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത്തരത്തിൽ ബാക്കി അതിൻ്റെ വിശദാംശങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു മലയോര നിയോജക മണ്ഡലമാണ്. വന്യജീവി ആക്രമണങ്ങളടക്കം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രദേശത്ത് ആ മലയോര മേഖലയിൽ നിന്നുള്ള ഒരു പ്രതിനിധി നിലമ്പൂരിനെ പ്രതിനിധീകരിക്കണം എന്നുള്ളതാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അക്കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ PV അൻവർ സ്വീകരിച്ച നിലപാടുകൾ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിലപാട് ആർക്കെതിരെയാണ്? MR അജിത് കുമാറിനെതിരെയായിരുന്നു, പിന്നീട് സുജിത് ദാസിനെതിരെയായിരുന്നു, പിന്നീട് അത് P ശശിയിലേക്കും പിണറായി വിജയനും എതിരെയായിരുന്നു, കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനുശേഷമാണ് മലയോരത്തേക്ക് വന്നത്. കരിപ്പൂർ എല്ലാവിധ ആയുധങ്ങളും കേരള നിയമസഭക്കകത്ത് എല്ലാത്തരം ആയുധങ്ങളും അദ്ദേഹം ഈ വിവാദകാലത്ത് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി പ്രയോഗിക്കുകയല്ല. PV അൻവറിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി മലയോര വിഷയങ്ങൾ കാണാൻ കഴിയും. മലയോര ജനതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേരളത്തിലെ നിയമസഭക്കകത്ത് കൃത്യമായി ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് PV അൻവർ. പിന്നെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടക്ക് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം, ആ സമയത്താണ് വന ഭേദഗതി ബിൽ, ഈ 1972 വന ഭേദഗതി നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് ഒരു ഓർഡർ GO ഇറക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭക്കകത്ത് പോലും ഒരു ചർച്ചയ്ക്ക് പോലും കൊണ്ടുവരാതെ ഒരു ബില്ല് കൊണ്ടുവരുന്ന സമയത്താണ് PV അൻവർ മലയോര ജാഥ ആരംഭിച്ചത്. അപ്പോഴാണ് ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ആ ബില്ല് പിന്നീട് പിൻവലിക്കാൻ തയ്യാറായത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭീകരമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ കടുംവെട്ട് നിയമം, ആ നിയമത്തിനെതിരെ ശബ്ദിച്ചു. അതാണ് അൻവർ അന്ന് ചെയ്തത്. ശരി, എന്തായാലും വിവിധ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കേരളമാകെ കാണുകയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വിവിധ വിഷയങ്ങൾ. കേരള സംസ്ഥാനത്ത് നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിലെ ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫലസ്തീൻ പാവങ്ങളാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ എവിടെയാണ് നടത്തിയത്? ഫലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമായി TMC കാണുന്നില്ല, മറിച്ച് അതൊരു രാഷ്ട്ര പ്രശ്നവും ഒരു രാഷ്ട്രീയ പ്രശ്നവുമാണ്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം കേന്ദ്രങ്ങളിൽ മാത്രം ഫലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്ന CPMന്റെ ദുഷ്ടലാക്ക് അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ സ്വഭാവം മാറി. ശരി, ഇതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അൻവർ വിശദീകരിച്ചാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത്. അങ്ങയുടെ ചോദ്യത്തിന് ഭാഗ്യമായി മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. സാർ, ഞാൻ നിലമ്പൂർ വികസന സമിതിൻ്റെ പ്രസിഡന്റാണ്. അപ്പം ഞാൻ ഈ 3 ആൾക്കാരോട് കൂടിയാണ് ചോദ്യം ഉന്നയിക്കുന്നത്. കാരണം നിലമ്പൂരിൻ്റെ വികസനം 25 വർഷം മുമ്പ് എന്താണോ നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നടന്നു കാണാൻ ഉദ്ദേശിച്ചത്, 25 വർഷം കഴിയുമ്പോൾ ഇന്നും അതേ ആവശ്യങ്ങൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഒന്നും കാര്യമായി നിറവേറ്റപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു ബൈപ്പാസ്, ഇപ്പോൾ അതിന് ഫണ്ട് ഇട്ടു എന്ന് പറയുന്നത്, അത് മുൻകാലത്തും പലതവണ ഫണ്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഫണ്ട് ഇടും, അത് യാഥാർത്ഥ്യമായാൽ നല്ലത്, വളരെ സന്തോഷം, നമ്മൾ അവർ അംഗീകരിക്കും. ഇതിന് മുൻകാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ബൈപ്പാസിൻ്റെ യാഥാർത്ഥ്യമാക്കൽ, അതുപോലെ തന്നെ നമ്മളെ KNG റോഡ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും തിരക്കേറിയ ഗതാഗത കുരുക്കുള്ള പട്ടണം ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിൽ പെർ ഹവർ 29 കിലോമീറ്ററാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടുന്ന് വഴിക്കടവുന്ന് മഞ്ചേരി ജസീല ജംഗ്ഷൻ വരെ 25 കിലോമീറ്റർ സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആശുപത്രിയുടെ വികസനം, ജില്ലാ ആശുപത്രി അപ്പോൾ ആശുപത്രിയുടെ വികസനം, ഈ വികസനത്തിന് ബോർഡ് മാറ്റി ജില്ലാ ആശുപത്രി ആക്കി. പക്ഷെ സ്ഥല പരിമിതി എന്നാണ് പറയുന്നത്.
1 ഏക്കർ 80 സെന്റ് സ്ഥലം ഉണ്ട് ആശുപത്രിക്ക്. ഇന്ന് 10ഉം 15ഉം നിലകളിൽ നമുക്കിത് രൂപകൽപ്പന ചെയ്ത് എഞ്ചിനീയറിംഗ് വിഭാഗം, ഞാനിത് വെറുതെ പറയല്ല, വികസന സമിതി പല എഞ്ചിനീയർമാരും കൊണ്ടുപോയി ആ സ്പോട്ട് പരിശോധിപ്പിച്ചു. അപ്പോൾ 8ഉം 10ഉം നിലകളുമാണെങ്കിൽ ഒരു സൈഡിൽ ഉണ്ടാക്കിയിട്ട് അവിടെ പാർക്കിങ്ങിന് അണ്ടറിൽ അതിനും സൗകര്യം ഉണ്ടാക്കാം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളുണ്ട് നിലമ്പൂരുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ തന്നെ ഈ ബൈപ്പാസിന്റെ ആശുപത്രിയുടെ ദുരിതാവസ്ഥ അതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. കാര്യങ്ങളിൽ ആത്മാർത്ഥമായ പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. സാർ, നിലമ്പൂർ നഞ്ചങ്കോട് പാതന്റെ കാര്യം, അങ്ങനെ 25 കൊല്ലം മുമ്പ് നിലമ്പൂർക്കാർ എന്താണോ ഇവരോടൊക്കെ പറഞ്ഞത്, ഇവരൊക്കെ ഓരോ ഇലക്ഷൻ വരും, അത് ആർമാദിച്ച് ആഹ്ലാദിച്ച് ഓരാണ് ജയിക്കും. 19 തീയതി കഴിഞ്ഞ് വോട്ടൊക്കെ വാങ്ങി 23 തീയതി പെട്ടിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിന്നാലെ നമ്മൾ നടന്ന ഓരോ നമ്മളറിയില്ല. അപ്പോൾ ഇതിന് ഈ 3 കൂട്ടരും കൂടി ചർച്ച ചെയ്യണം. അതിന് മീഡിയ ഒരു പ്രത്യേകം അറ്റൻഷൻ കൊടുക്കും വേണമെന്നാണ്. ശരി, അത് വളരെ പ്രധാനപ്പെട്ട പൊതു ആവശ്യമാണ്. സ്വാഭാവികമായും അത് ഈ ചർച്ച കാണുന്ന നിലമ്പൂരുകാരും അല്ലാത്തവരുമായ ആളുകൾ അത് കേൾക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം, അങ്ങ് പറഞ്ഞ വാക്കുകളുടെ ഗൗരവം വളരെ വലുതാണ്. മറുപടി ഉണ്ടായിരുന്നു. അല്ല, അതിലേക്ക് വരാം. ഒരുമിച്ച് പറയാം. അല്ല, അദ്ദേഹത്തിന്റെ ചർച്ച ഈ പൊതുസമൂഹം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ 25 വർഷം മുമ്പുള്ള നിലമ്പൂരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെയാണോ? അദ്ദേഹം പറയട്ടെ. നോക്ക് നിങ്ങൾ, എന്താ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി? ഇവിടെ ഒരു മാനവേദൻ സ്കൂളുണ്ട് അല്ലേ? എന്താ അവിടെ പോയി നോക്ക്. ഇപ്പൊ പഴയ സ്കൂളാണോ? അല്ല, 20 കോടി രൂപ ചെലവഴിച്ച് മികച്ച രീതിയിൽ ആ സ്കൂള് മാറ്റിയില്ലേ? ആരാ മാറ്റിയത്? ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റാ. 25 വർഷം മുമ്പ് ഇവിടെ ഒരു റബ്ബറൈസ്ഡ് റോഡിലായിരുന്നോ? എന്താ ഇപ്പൊ ഇവിടുത്തെ റോഡിന്റെ സ്ഥിതി? റബ്ബറൈസ്ഡ് റോഡില്ലേ? നോക്ക് നിങ്ങൾ, 25 വർഷം മുമ്പ് മലയോര ഹൈവേ ഉണ്ടായിരുന്നു. ഇവിടെ 165 കോടി രൂപ ചെലവഴിച്ച് ഈ മണ്ഡലത്തിൽ 165 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മലയോര ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായ വികസനത്തിന് അപ്പുറത്തേക്കുള്ള ശ്രദ്ധ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 25 വർഷം മുമ്പുള്ളതല്ല നിലമ്പൂര്. അല്ല, സ്വാഭാവിക വികസനത്തിന് അപ്പുറത്തേക്ക് വികസനം ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. ആ കാലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വികസന കമ്മിറ്റിയിൽ പോകുമ്പോ ഒന്ന് മാറ്റിപ്പിടിക്കണം. അതുപോലെ തന്നെ കൂട്ടത്തിൽ പറഞ്ഞു തരാ അതായത് ജില്ലാ ആശുപത്രിയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. പക്ഷേ ജില്ല ഇവിടെ ഭരിക്കുന്നത് ലീഗാണ്. ജില്ലാ ആശുപത്രിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് ലീഗിനാണ്. അത് അവരോടും കൂടി നിങ്ങൾ ചർച്ച ചെയ്യണം. ഇവർ ബൈപ്പാസിന്റെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ബൈപ്പാസിന്റെ ഉയരകളായ ആളുകളെയും കൊണ്ട് MLA-യും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി CPM-കാരും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഓഫീസ് കൊണ്ടുപോയി. എന്നിട്ട് ഈ ഒരു ഫോട്ടോ MLA ഫേസ്ബുക്കിലിട്ടു. ആ MLA ഫേസ്ബുക്കിൽ കമന്റ് നിലമ്പൂരിൽ ലോക്കൽ സെക്രട്ടറി ഹരിദാസ് ചേട്ടൻ എഴുതിയെന്താരോ, ആരാ ഈ പാവങ്ങളെ കൊണ്ടുപോയി പറ്റിച്ചത്? ആരാ പറ്റിച്ചത്? സമാധാനങ്ങൾ പറഞ്ഞേരി. അടുത്ത ചോദ്യം ഒരുമിച്ച് മറുപടി പറയാം. എൻ്റെത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. ശ്രീ PV അൻവർ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിനെയാണ് പരസ്യമായിട്ട് അദ്ദേഹം തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞ്. അദ്ദേഹത്തോട് ഇനിയും കോൺഗ്രസ് സഖ്യം ചേരുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ശരി, 2 കാര്യങ്ങളാണ്. ഇനി ചോദ്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് മറുപടി പറയാം. അടുത്ത ചോദ്യം കൂടി. ഞാൻ നിലമ്പൂർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്, മുനിസിപ്പൽ സെക്രട്ടറിയാണ്. എനിക്ക് 3 ആൾക്കാരോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, പഴയ SFI-കാരനാണ്, ഞങ്ങൾ രണ്ടുപേരും. പിന്നെ രണ്ടാമതിരിക്കുന്നത് CPM-ന്റെ പ്രതിനിധിയാണ്, അല്ല സോറി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. രണ്ടുപേരും 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറയാം. പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് 3 പേരോടും കൂടിയാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാൾ ജയിക്കുമല്ലോ, ഏതെങ്കിലും ഒരാൾ, അന്നില്ലെങ്കിൽ പിന്നെ ഈ 3 കൂട്ടത്തിൽ ഇനിയിപ്പോൾ അൻവർ സാഹിബ് വരികയാണെങ്കിൽ അൻവറും, അങ്ങനെ ഈ 3 കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ ബൈപ്പാസ് ജനങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ് നിലമ്പൂർ ബൈപ്പാസ്. അത് 50 വർഷക്കാലമായിട്ട് മാറി മാറി വരുന്ന ഒരു പാർട്ടിയെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല, മാറി വരുന്ന ഭരണാധികാരികളെ കെട്ടുകാര്യസ്ഥ മൂലമാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അത് പിന്നെ അരിയളം മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് പിന്നെ കുറച്ച് പൈസ അനുവദിച്ചു. അത് കോടി തന്നെ, അത് നിങ്ങൾ കൂട്ടിക്കോളി. ചക്കാലക്കുത്ത് വരെ ഞാൻ ചോദിക്കട്ടെ, ഈ പൊന്നാര സുഹൃത്തെ, ഹലോ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ CPM-കാരനല്ല, ഞാൻ ഇടതുപക്ഷക്കാരനല്ല. 15 വർഷമായിട്ട് CPM-ൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണ്.
ഇവരൊക്കെ അറിയാം. ഞാൻ ആയിക്കോട്ടെ, ചോദിക്കട്ടെ. എല്ലാ വേദികളും ഇത് ശരിയല്ല. എല്ലാ വേദികളിലും കുറച്ച് ആളുകളെ പോയി പ്രശ്നം ഉണ്ടാക്കുക. എല്ലാ വേദികളും ഞങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ ആർക്കാ തീരുമാനിച്ച ആൾക്കറിയോ? എന്താ പറയണ്ട, അത് തീരുമാനിക്കണ്ട. ഞങ്ങൾക്ക് പറയാനേ പറയും. ആയിക്കോട്ടെ, മാത്രല്ല എല്ലാ ചില സാധനങ്ങളിലൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വരുന്നത് പറയില്ല എന്നുള്ളതുണ്ടോ? ഇല്ല, അങ്ങ് സമയം എടുത്ത് ചോദിച്ചോളൂ. 50 വർഷക്കാലമായിട്ട് മാറി മാറി വരുന്ന ഭരണാധികാരികൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. നിലമ്പൂർ ബൈപ്പാസ് ചക്കാലക്കുത്ത് വരെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, എന്റെ വീട് ഈ ബൈപ്പാസിനടുത്താണ്. അവിടുന്ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ആ സുഹൃത്തിന് അത് അറിയില്ല. ഞാൻ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഒരാള് MLA ആയിട്ട് വരുമ്പോ, നിങ്ങളുടെ കക്ഷിയിൽ ആരെങ്കിലും ഒരാള് MLA ആയിട്ട് വരുമ്പോ ഈ പാവങ്ങൾക്കില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള ബൈപ്പാസിന്റെ പണിയും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ലോൺ കയറി കിടക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് ലോൺ എടുത്തിട്ട് ഈ അർബൻ ബാങ്കിലും അതുപോലെ ഒരുപാട് ബാങ്കുകളിൽ കടം കയറി കിടക്കുകയാണ്. മരണത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട് ഓരോ കുടുംബങ്ങൾ. അവരുടെ കാര്യം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ബൈപ്പാസ് കൊണ്ടുവരാനും അവർക്കില്ല പണം കൊടുക്കാനും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് നടപടി സ്വീകരിക്കും? അത് മാത്രമേ ചോദ്യമുള്ളൂ. ശരി, നമുക്ക് മറുപടി. രോഹിത് കുറെ നേരമായി സംസാരിച്ചിട്ട് നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുണ്ട്. ബൈപ്പാസിന്റെ കാര്യം പറയുന്നുണ്ട്, ഇവിടെ കോളേജിന്റെ കാര്യം പറയുന്നുണ്ട്, ഇവിടുത്തെ ആശുപത്രിയുടെ കാര്യമുണ്ട്, റോഡുകളുടെ സ്ഥിതി പറയുന്നുണ്ട്. സ്വാഭാവികമായ വികസനത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവിടെ നടന്നു വന്ന് ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ജില്ലക്കാരനായ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ജനങ്ങളുടെ വികാരത്തിന് എന്താണ് മറുപടി? അല്ല, ഇവിടെ ഉയർന്നു വന്ന രണ്ട് ചോദ്യവും, ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യമാണ്, ഒന്ന് വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രാഷ്ട്രീയപരമായി ചോദ്യം ചോദിച്ച ആൾ അത് മറുപടി ഇല്ലാതെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ അതിന് മറുപടി പറയണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എന്തായാലും രാഷ്ട്രീയപരമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു എയറിൽ വന്ന ചോദ്യമാണ്. അപ്പോ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയണ്ടേ? അല്ല, എന്നോട് ചോദ്യം പറയും. അല്ല, ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അൻവർ ഞങ്ങളെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാട് സ്വീകരിക്കാം. ഈ ഗവൺമെന്റിനെ, പിണറായി വിജയൻ ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഏത് ശക്തികൾക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആദ്യ റൗണ്ടിൽ സംസാരിക്കല്ലേ? ഒരാളൊരു കാര്യം പറയല്ലേ? അല്ല, അവിടെ അല്ല, മുനീർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. 9 വർഷക്കാലം നിങ്ങളുടെ കൂടെ MLA ആയി നിന്ന ആളാണ് PV അൻവർ. ഈ പിണറായി വിജയൻ പിതൃ തുല്യനാണ്, എൻ്റെ പിതാവിന് തുല്യാണെന്ന് പറഞ്ഞ ആളാണ് ഈ അൻവർ. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടായത്? മുനീർ പറ. ഈ തെരഞ്ഞെടുപ്പ് അതിന് ഞാൻ മറുപടി വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് അല്ല, അത്രേ ഉള്ളൂ. പറയാം, അവസരം തരാം. മുനീർ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാണ്? ഈ സർക്കാരിനല്ലേ? ഈ സർക്കാരിന്റെ കീഴിൽ 9 വർഷക്കാലം ഇരുന്ന പിണറായി വിജയനെ പിതാവെന്ന് വിശേഷിപ്പിച്ച ഈ നിലമ്പൂരിന്റെ MLA പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിലെ ഗവൺമെന്റ്, അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും RSSുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ 9 വർഷക്കാലം വരുന്ന PV അൻവറാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രിക്ക് കീഴിലിരിക്കുന്ന ADGP MR അജിത് കുമാർ RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് അൻവറാണ്. ഇവിടെ തൃശൂർ പൂരം, കേരളത്തിന്റെ മതേതര ഉത്സവമായ തൃശൂർ പൂരം BJPക്ക് വിജയിക്കാൻ വേണ്ടി ഒറ്റുകൊടുത്തത് ഈ പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റാണെന്ന് പറഞ്ഞത് അൻവറാണ്. ഇനിയിപ്പോൾ അൻവറിനെ വിടും നിങ്ങളുടെ സഖ്യകക്ഷിയായ CPIയുടെ മന്ത്രി ഉണ്ടല്ലോ, റവന്യൂ മന്ത്രിയായ രാജൻ, അത് എൻഡോഴ്സ് ചെയ്തില്ലേ? അദ്ദേഹം പറഞ്ഞെന്താണ്? ഈ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനും RSSനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിയാണ്, റവന്യൂ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ആനി രാജ CPIയുടെ നേതാവാണ്. RSS ആണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ട രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത തെരഞ്ഞെടുപ്പായത്. ഇനിയിപ്പോൾ ഇവിടെ
ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഞാനൊരു 3-4 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. അങ്ങ് ചുരുക്കി പറയാം. അല്ല, ഞാൻ നമുക്ക് ഇടവേളയിലേക്ക് സൂചിപ്പിക്കുകയാണ്. പോകേണ്ടതുണ്ട്. ഇവിടെ ചുരുക്കി പറയണം. നിലമ്പൂർ വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നരേന്ദ്രമോദിയും BJP യും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ശരി, നമുക്ക് വികസന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു നറേഷൻ BJP ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് മുനീറിവിടെ പറയുന്നത് 9 വർഷക്കാലം കൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വികസനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരൊറ്റ കാര്യം, 36 കോടി രൂപയാണ് ഈ നിലമ്പൂർ ബൈപ്പാസിന് ആര്യാടൻ മുഹമ്മദ് ഫണ്ട് അനുവദിച്ചത്. ഒരു മണ്ണ്, ഒരു കൊട്ട മണ്ണ് ആ ബൈപ്പാസുമായി ഉണ്ടാക്കുന്നവർക്ക് സാധിക്കും. മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ ബാക്കി കൂടി പറയാം. ഒരു ചെറിയ ഇടവേള. നമ്മുടെ ഇനം തുടരുകയാണ്. നിരവധി ചോദ്യങ്ങൾ ഉയർന്നുണ്ട്. മുന്നണികളുടെ പ്രതിനിധികൾക്ക് LDF പ്രതിനിധിക്ക് അദ്ദേഹത്തിന് നേരെ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകാനുള്ള സമയം നമ്മൾ നൽകിയിട്ടില്ല. പക്ഷേ നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് 1-2 ചോദ്യങ്ങളിലേക്ക് പോയതിനു ശേഷം അങ്ങേക്ക് തന്നെയാണ് സമയം. അങ്ങയിലേക്ക് തന്നെയാണ് വരുന്നത്. കേരളത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പോവാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ നിലമ്പൂരിലെ ജനത ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നത്? ശരി, അങ്ങയുടെ ചോദ്യം ആരോടാണ്? 9 വർഷക്കാലം ഈ സർക്കാരിന്റെ ജനത മുഴുവൻ, ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ മുഴുവൻ ജനത കട്ടപ്പെട്ട് വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധി ഒരു നേരം ഇരുട്ടി വെളുത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ സർക്കാർ പോരാ, ഈ ഗവൺമെന്റ് അതിന്റെ നിലപാടുകളിൽ നിന്ന് മാറിപ്പോയ സമയത്താണ് ഈ ഗവൺമെന്റുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി PV അൻവറിന് തയ്യാറാകേണ്ടി വന്നത്. കാര്യം കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പോ അൻവറിനെ UDFിലേക്ക് എടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ സമരം ചെയ്യുന്നുണ്ടല്ലോ UDFിനകത്ത്. അവരുമായി നടത്തിയ ഗൂഢാലോചനയാണ്. വെടിഞ്ഞ് അടുത്ത തവണ പൊട്ടിക്കും. അതുകൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി ഈ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഞങ്ങളെ കുഴപ്പം കൊണ്ടുവന്നതല്ല. നിലപാട് വ്യക്തമാണ്. ഈ ഗവൺമെന്റിന്റെ അനുകൂല നിലപാടുകളാണ് ഈ ഗവൺമെന്റിന്റെ ഈ നാട്ടിൽ 11 പാലങ്ങൾ യാഥാർത്ഥ്യമാക്കിയതുപോലെ തീർച്ചയായും ഇവിടെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. അതിനാണ് 200 കോടി രൂപ ഫണ്ട് വെച്ചതും അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് TS ആയിട്ടുള്ളതും അതിന് ഭരണാനുമതി കിട്ടിയതുമൊക്കെ. അതുകൊണ്ട് ഒരു പേടി പേടിക്കണ്ട. ഈ ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തില് നിൽക്കുന്ന കാലത്തോളം അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. നിലമ്പൂരിലെ ജനത ഇന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണം തുടരാനാണ്. നിലമ്പൂരിലെ ജനത ആഗ്രഹിക്കുന്നത് അത് ഈ നാട്ടിലെ ഓരോ വീടുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം. ഇവിടെ കോൺഗ്രസിന്റെയും UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥിയോട് ബൈപ്പാസ് മാത്രമല്ലേ അല്ല, ബൈപ്പാസിന്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ബൈപ്പാസ് വരാത്തതെന്ന് ഈ നിലമ്പൂർകാർക്ക് നന്നായിട്ട് അറിയാം. നിലമ്പൂർകാർക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള പരിഹാരവും കാണും. കാരണം ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഈ കാണുന്ന വികസനത്തിന്റെ തേരോട്ടമാക്കി മാറ്റിയ ഈ പറയുന്ന നിലമ്പൂരിൽ ബൈപ്പാസും വരും. ശരി, വികസനത്തിന്റെ തേരോട്ടമാണോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും വോട്ടെടുപ്പിലേക്ക് പോകാനുള്ള ചോദ്യം അങ്ങനെ ചോദിച്ചില്ല, പെട്ടെന്ന് ചോദിക്കണം. അതെ, നിലമ്പൂരുകാർക്ക് അറിയാം. അത് തന്നെയാണ് നമ്മളെ ആശ്വാസവും. സിനിമ തുടരും എന്ന് പറഞ്ഞ പോലെ ഇനിയും തുടരും തന്നെയാണ് CPMന്റെ പ്രതിനിധി പറയുന്നത്. 9 വർഷമായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന ഇതിൻ്റെ ഒരു പ്രതീതിയായി ഇനിയും തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം മുന്നത്തെ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചാണ്. ആര്യാടൻ മുഹമ്മദ് സാറിനെയും UDFും ഭരിച്ചിരുന്ന കാലത്ത് വൈദ്യുതി ചാർജിന്റെ ഒരു കാര്യം, KSBയുടെ കാര്യം, ഇത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഇന്നേ വരെ കേരളം ഭരിച്ചിട്ടുണ്ടോ? വൈദ്യുതി യൂണിറ്റിന് മാസം എന്ന് പറഞ്ഞമാരെ കൂട്ടിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ മുന്നേ ഭരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശരി, ഒരു ചോദ്യം കൂടി. ഇവിടെ 2 പ്രതിനിധിയോട്, അതായത് UDFന്റെയും LDFന്റെയും പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ചോദ്യം ചോദിക്കാൻ അവസരം ഇവിടെ ഉത്തരം പറയാതെ പോയി കഴിഞ്ഞാൽ 3 മിനിറ്റ് സമയമാണ്. 3 പേർക്ക് സമയം തരാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. 3 മിനിറ്റ് പോയി തർക്കം കൊണ്ടാണ്. 3 പേർക്കും 3 മിനിറ്റ് 4 മിനിറ്റ് നേരെ സംസാരിക്കാമായിരുന്നു. പറയാം, അടുത്ത ചോദ്യം കൂടി ഉണ്ടല്ലോ. കേരളത്തിലെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എത്ര കാലാണ് ഈ പറയുന്നത് എന്നുള്ളത് കേരള നിയമസഭയിൽ UDFനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ LDFന്റെ ദുരിതം ഉണ്ടായിരുന്നത് എന്താ ബൈപ്പാസ് അല്ല SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നീ കക്ഷികളുമായിട്ട് ബന്ധമാണ് UDFന് ആരോപിക്കുന്നത്. എന്നാൽ RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ
ഇന്നേ വരെ അവർ ശ്രമിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പല ചാനൽ ചർച്ചകളും ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്വതസിദ്ധമായ വിഡ്ഢിച്ചിരി ചിരിച്ച് പോവുകയാണ് സാധാരണ ഇത്. ഇപ്പോഴെങ്കിലും ഈ സുഹൃത്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഇവിടുത്തെ വോട്ടർമാർക്ക് കൃത്യമായൊരിതുണ്ടാവും. UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് PV അൻവർ ഷൗക്കത്തിനോട് ചോദ്യം വന്നിട്ടില്ല. PV അൻവർ ഷൗക്കത്തിനോട് മാപ്പ് പറയണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാൽ പാണക്കാട് തങ്ങൾ എന്താ വ്യാജസിദ്ധനാണ് എന്ന് പറഞ്ഞ് അവിടേക്ക് വരണം എന്ന് ഇത് പോലീസ് പോകണം എന്ന് പറഞ്ഞ ഷൗക്കത്ത് ഇന്നേ വരെ ലീഗിനോട് മാപ്പ് ബോധിച്ചിട്ടുണ്ടോ? സമയമില്ല. 3 പേരും പ്ലീസ് പെട്ടെന്ന് ചുരുക്കി പറയണം. 1 മിനിറ്റിനകത്ത് സമയമെടുത്ത് ഒന്ന് മറുപടി ചുരുക്കണം പ്ലീസ്. നിലമ്പൂരിലെ ജനതയോട് പറയാനുള്ളത്, ഇടതുപക്ഷ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷതയുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിന് ശക്തി പകരുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള, എന്നാൽ ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നല്ല എഴുത്തുകാരനും അതുപോലെ തന്നെ വാഗ്മിയും ഒക്കെയായിട്ടുള്ള നല്ല ഇടപെടൽ ശേഷിയുള്ള അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഒരു വർഗീയവാദിയുടെയും അതുപോലെ തന്നെ തീവ്രവാദിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. മനസ്സിലായില്ലേ? ഒരു മടിയുമില്ല. എന്നാൽ ഇത് പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ധൈര്യം ഉണ്ടോ? പരസ്യം കൊടുത്തവരാണ് ഇവർ. ഓരോ പത്രങ്ങൾ തരം നോക്കി വർഗീയ പ്രചരണം നടത്തിയവരാണ് CPM. പാലക്കാട് ഓരോ പത്രത്തിന്റെയും വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷത്തിന് ഈ പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയില്ല എന്നത് വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള ജനവിധിയായിട്ട് മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 25,000 കാര്യങ്ങൾ തൃണമൂലിന്റെ നേതാവും വിശദീകരിച്ചു. നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് സ്വാഭാവികമായി രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുണ്ടാകണമെന്നാണ് പൊതുജനത്തിന്റെ വികാരം, വോട്ടർമാരുടെ വികാരം. നമ്മുടെ ചിഹ്നം ഇവിടെ പൂർണ്ണമാകുന്നു.